വാങ്ങാൻ ആഗ്രഹമുള്ള കാർ ഏതാണ്? വാങ്ങാൻ ആഗ്രഹമുള്ള കാറാണ് ഫസ്റ്റ് എടുക്കാണ് BMW. ഏത് M4 ഏകദേശം എത്ര രൂപ വരും? അത് ഓൾമോസ്റ്റ് ഒരു 50 ഓക്കെ. മിഫിലിന് ആ കാർ 50 ലാക്ക്. ആ 50 ലാക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ എത്ര രൂപ അക്കൗണ്ടിൽ വന്നാലും മിഫിൽ വാങ്ങാതെ? ഒരു 5 CR. നിങ്ങളിത് അതിന്റെ അടി കൂടി കയറി കളിച്ചു വീഡിയോ ഫണ്ണാണേ. 5 CR. അവിടെ അടുത്ത ക്വസ്റ്റ്യൻ വരാം. അനക്ക് വാങ്ങാനുള്ള കാർ ഏതാ? ആഗ്രഹമുള്ളൊരു കാർ? എനിക്ക് ജീപ്പ് റാംഗ്ലറിന് ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര രൂപ ഉണ്ട്? 1 CR. അതിൻ്റെ അടുത്ത് അക്കൗണ്ടിൽ എത്ര മീൻസ് എനിക്ക് എത്ര ഏത് ലെവലായാലും മേടിക്കാം? ഞാനൊരു 5 CR കയറും. 5 CR. ഒപ്പം എനിക്ക് ഇൻകം വരാനുണ്ട് എന്ന് തോന്നുന്ന ഒരു ടൈം ആകുമ്പോൾ മേടിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അനക്ക് വാങ്ങല ഞാൻ അംബാസിഡർ. എനിക്ക് ചെറിയൊരു എൻഡവർ. നിങ്ങളൊക്കെ ഇങ്ങനെ വലിയ എൻഡവർ. അതിന് അറൗണ്ട് ഇപ്പോ സെക്കൻഡ്സ് ഒക്കെ കിട്ടണമെങ്കിൽ 20 ലക്ഷത്തിൻ്റെ ഉള്ളില് സെക്കൻഡ്സ് മേടിക്കാൻ എനിക്ക് കുറെ മേടിക്കാം. എൻഡവർ ഇപ്പൊ സെക്കൻഡുള്ളിൽ കിട്ടാൻ പോലെ. പുതിയ ഇറക്കം എൻഡവറിന് വേറെ എന്തെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള കറുത്ത എൻഡവറാണോ? അല്ലല്ല, കറുത്ത ശരി. ആ ഒരു സെഗ്മെന്റ് ഒരു വലിയൊരു ഭീകര കാർ എന്ന് ഉദ്ദേശിച്ചത്. അവ ജീവനേക്കാളും ഇഷ്ടം എൻഡവറാണോ? അല്ല അപ്പൊ പിന്നെ ഇവര് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള കാർ എന്നല്ല അതാ പറഞ്ഞത്. ആഗ്രഹമില്ല, ജീവാഗിന് ഓടിക്കാൻ ആഗ്രഹമില്ല. ഇല്ലേ? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കാറിന് എൻഡവറാണ്. ഇനി കേട്ടോ സാറിന് വാങ്ങാൻ താല്പര്യക്കാരാണ്. എനിക്ക് പച്ചേറും സെക്കൻഡ് അല്ലേ ഉള്ളൂ. അത് 10 ലക്ഷം റുപ്യല്ലേ ഉള്ളു ഇപ്പൊ. അതിന് എത്ര ആവണം? മില്യനേഴ്സ് ഒക്കെ അങ്ങനെ എന്തുകൊണ്ടാണ് ഈ കാറ് ഈ സാറ് M5 ഉദ്ദേശിക്കുന്ന ആൾക്കാരും അതേപോലെ അല്ല M5 ഇഷ്ടപ്പെടാനുള്ള കാരണം എനിക്ക് BMW എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനോടൊരു എന്താണ് ആ ഒരു സംഭവം? അതായിട്ട് ഒരു അപ്പിയറൻസ്, പിന്നെ അതിൻ്റെ ഒരു ഓടിക്കുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ട്. ഓടിച്ചു നോക്കിണ്ടോ? ഓക്കെ. അത് ഓടിക്കുമ്പോ നമ്മള് ബേസിക്കലി റിവ്യൂ ആണല്ലോ ഇവനേതാ പറഞ്ഞ അല്ല റാംഗ്ലർ ഇഷ്ടപ്പെടാനുള്ള ലുക്ക് കൊണ്ടാണ്. മസിൽ കാർ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഇങ്ങനെ ഒരു പ്രീമിയം വണ്ടി കൊണ്ട് നടക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? എന്തുകൊണ്ടില്ലായിരിക്കണം. മിനി കൂപ്പർ കൊണ്ട് തട്ടിച്ചു കൊടുത്ത ആളാണ്. ഒരു വണ്ടിയല്ല, മിനി കൂപ്പർ, വേറെ നിർത്തിട്ട വണ്ടി കൊണ്ടുപോയിടിച്ചു. എന്റെ എൻഡവർ ആവാനുള്ള കാരണം എനിക്ക് എൻഡവർ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് മുതലേ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട എൻഡവർ ഇറങ്ങിയത് മുതലേ ഞാൻ ഫോളോ അപ്പ് ചെയ്ത് വരുന്നതാണ്. അതായത് എനിക്ക് ആ ഒരു പിന്നെ എമിൽ ജോർജ് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഓനെ എൻഡവർ എടുത്തിട്ട് കുറെ സ്ഥലം അന്ന് മുതലേ എനിക്കൊരു ആഗ്രഹം വന്നതാണ്. അങ്ങനെ ഒരു ആഗ്രഹം വന്നതാണ്. അല്ല എൻഡവർ എടുക്കുമ്പോ അത് ഏത് കളറായിരിക്കും? കളറൊന്ന് നമുക്ക് ഏത് കാർ എടുക്കണേ ഞാൻ ബ്ലാക്ക് മനസ്സ് കറുത്തോണ്ടാണോ? ഇഷ്ടപ്പെട്ട കളർ ഡാർക്ക് മനസ്സ് കറുത്തോണ്ടാവും. സീരിയസ് ആവണ്ട, സീരിയസ്. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എനിക്ക് ഒരു നേവി ബ്ലൂ ടൈപ്പ്. നേവി ബ്ലൂ. സ്ക്രാച്ചസ് പെട്ടെന്ന് അറിയില്ല, റീസെയിൽ വാല്യൂല് കുറച്ചുകൂടി നല്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറാണ് പജേറോ. നമ്മളത് വിൽക്കാൻ, അതായത് റീസെയിൽ വാല്യൂ നോക്കിയിട്ടാണ് നിങ്ങൾ കാർ മേടിക്കാൻ നിൽക്കുന്നത്? അല്ല, ഞാനതല്ല പറഞ്ഞത്. ഇപ്പൊ നിങ്ങളിപ്പോ പറയണ കേട്ടോ, നിങ്ങൾ 2-3 കാറുകളുണ്ട്, അതൊക്കെ നിങ്ങൾ പറയണം ഇപ്പൊ വിൽക്കാൻ നിൽക്കുമോ? വിൽക്കൂലല്ലോ നിങ്ങൾ ഒരിക്കലും.
ഡിപ്പെൻസ്. അതായത് നിങ്ങൾ ഡിപ്പെൻസ് അല്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ആ കാരണം നമ്മൾ ഇമോഷണലായി അല്ല ആ സംഭവം റീസെയിൽ വാല്യൂടെ നമുക്ക് കംഫർട്ട് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. നമുക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് ആഗ്രഹമുള്ള ഒരു കാർ മുമ്പിൽ വരുമ്പോ ചിലപ്പോ നമുക്ക് റീസെയിൽ ചെയ്യേണ്ടി വരും. ശരി, പക്ഷേ അപ്പൊ നിങ്ങള് കാറുകൾ നിങ്ങൾ വിൽക്കും? എനിക്ക് കൂടുതൽ ആഗ്രഹം അപ്പൊ വേറെ ഏതെങ്കിലും കാറ് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള ബഡ്ജറ്റിന്റെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെക്കേണ്ടി വരും. എങ്ങനെ ചോദിക്കാം, അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഉപയോഗിച്ച സാധനങ്ങളോട് മടുപ്പ് തോന്നുന്നു. അങ്ങനെ മൈൻഡ് സെറ്റ് ആയിക്കാരം അങ്ങനെയുള്ളവർക്കാണ്. അങ്ങനല്ല, ഞാൻ പേഴ്സണലി ഉപയോഗിച്ച ഒരു വണ്ടിയാണ്. അത് എനിക്ക് കൊടുക്കുമ്പോ ഒരു ഇതാണ്, മീൻസ് അത് ഒരിക്കലും കൊടുക്കൂല. അത് ചില എല്ലാ വണ്ടികളും അല്ല, ഇപ്പൊ ചില വണ്ടികളെ നമുക്ക് കൊടുക്കൂല, ഒരു ആഗ്രഹം ഉണ്ടാവും. മീൻസ് അത് അത്രയും നമ്മള് ആഗ്രഹിച്ചു പഠിച്ചല്ല, നമ്മള് വെറുതെ കിട്ടിയതാണെങ്കിൽ അറ്റാച്ച്ഡ് ആയി പോകും. അത് ഒരുപാട് കണ്ണീര് കണ്ട വണ്ടി, അങ്ങനത്തെ ഇമോഷണൽ കുറെ ആൾക്കാരൊപ്പം പോയ വണ്ടി. അങ്ങനെ വണ്ടി ഉണ്ടോ? എല്ലാ വണ്ടിയും അങ്ങനെയാണ്. അപ്പൊ എല്ലാവരും നവീദിന് പോകാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് എല്ലാ വണ്ടിയും. മീഫിൽ അങ്ങനെ ഉണ്ടോ? എനിക്കറിയില്ല, ഇല്ല. എനിക്ക് ഒറ്റ വണ്ടി. ഞാൻ അതിൽ വേറൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. അതായത് ഈ കാറ് മേടിച്ചിട്ട് അതിലൊരുപാട് ഓൾട്ടറേഷൻസും അഡീഷൻസും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ ആഗ്രഹിക്കുന്നു അതായത് അലോവിൽ, അതേപോലെ ഒരു വീല്, ക്ലാസ് ലുക്കിൽ പൂരപർവ്വത അല്ല ഓന്റെ അതിനൊരു പർപ്പസ് ഉണ്ട്. ഗ്ലാവിസിന് വണ്ടിന്റെ ഫോട്ടോ എടുക്കുന്ന മറ്റേ മിന്നണ ലൈറ്റ്, അത് ആംബുലൻസ് അതിനൊരു പർപ്പസ് ഉണ്ട്. അല്ല മോനെ നവീദേ, ആ മിന്നി കത്തിനോട് ഫ്രീ കിട്ടിയതാ. അല്ല മിന്നി പർപ്പസ് അല്ലടാ, മിന്നിക്കാതിടാ ഫ്രീയാ. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മറ്റേ ഫ്രീയാ. അല്ല നമ്മൾ അതില് വന്നില്ല. എന്തായിരുന്നു ഓൾട്രേഷൻ? എനിക്ക് അത്യാവശ്യം ഒരു വീൽ ചെയ്യാ, മീൻസ് ഒരു സ്പോയിലർ, മറ്റേ വണ്ടി ഡീക്രോം ചെയ്യാ. അതാണ് എന്റെ ഒരു മീൻസ് ഇഷ്ടപ്പെട്ട. ബ്ലാക്ക് ആണ് എടുക്കുക, ഫുൾ ഡാർക്ക് എഡിഷൻ ആക്കുക, ഒരു കണ്ട ഒരു ഭീകര ഡാർക്ക് ആ ഒരു സാധനം ഉദ്ദേശിച്ചു. ഞാൻ സെയിം പോലെ ഞാനിപ്പോ ചെയ്തില്ലേ അതേപോലെ ഇവന്റെ പോലത്തെ ഇവന്റെ പോലത്തെ പരിപാടിയാണെങ്കിൽ എനിക്ക് ചെറുതായിട്ട് മാറ്റൊക്കെ ഒഴിവാക്കി ഫുള്ള് ഗ്ലോസി, ലൈക്ക് വണ്ടിക്ക് ഒറ്റ കളർ, ഫുൾ ബ്ലാക്ക് പ്രസൻസ്. പിന്നെ അത്യാവശ്യം ഇവന്റെ പോലത്തെ ലൈറ്റ്സ് അല്ല, അത്യാവശ്യം നമുക്ക് റോഡിൽ അത്യാവശ്യം നല്ല വ്യൂസ്, വിസിബിലിറ്റി, വല്ല നല്ല ടെറൈൻസ്, മറ്റേ മഞ്ഞ് അങ്ങനത്തെ ടയറൻസ് കൂടുമ്പോൾ കാണുന്ന ലൈറ്റ്സ്, അങ്ങനത്തെ കുറച്ച് അത്ര നമുക്ക് അത്യാവശ്യം വേണ്ട മോഡിഫിക്കാൻ, ഓവർ ആയിട്ടില്ല. പക്ഷെ അത് സത്യാവസ്ഥ എന്താ അറിയോ, ഇതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോവില്ലട്ടോ. സത്യം പറഞ്ഞാൽ എൻഡെവർ എടുക്കണം എനിക്ക് റോഡ് ട്രിപ്പ് ചെയ്യാനാ. എൻഡെവർ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഓപ്ഷൻ ചെയ്യണം എനിക്ക് റോഡ് ട്രിപ്പിനല്ല വാങ്ങാൻ വേണ്ടി. ബൈക്ക് റോഡ് ട്രിപ്പ് ഡെസ്റ്റിനേഷൻ എന്താ? ഇന്ത്യ മൊത്താക്കാം. ഇന്ത്യ മൊത്തം കറങ്ങുക. എത്ര വർഷത്തിലുള്ള അങ്ങനെ ഒരു പ്ലാൻ? അല്ല അങ്ങനൊന്നുമില്ല, എനിക്ക് ഇതിന്റെ അഫോർഡബിൾ ആയിട്ട് ഏജും. അതിന് ഏജ് പറയുമ്പോ എങ്ങനെ, സിംഗിൾ ആയിട്ടാണോ പോയത് അതോ കപ്പിൾ ആയിട്ടാണോ അതോ കൊറേ സ്ഥലം ഉണ്ടല്ലോ തമിഴ്നാട് അല്ല എന്തുകൊണ്ട് ആൾട്രേഷൻസ് ചെയ്യാൻ ഇഷ്ടമല്ല? അല്ല ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് ആ ഒരു വണ്ടിയുടെ ആ ഒരു ലുക്ക് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ ഓക്കെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ചുകൂടി ഒരു അലോവിയിൽ അലോവി ചെയ്യരുതോ. പക്ഷെ ബിഎമ്മിന് അലോവിയിൽ സ്റ്റാൻഡേർഡ് ഡീസന്റ് ആയിട്ടില്ല, ഭയങ്കര ഓവർ സാധനം. ശരിയാണ്, പക്ഷെ ഞാൻ പറയുന്നത് കുറച്ചുകൂടി ഒരു ചെയ്യാൻ ആഗ്രഹം അത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ട് റാംഗ്ലർ?
ആ ഒരു ലുക്ക് ഞാൻ നമ്മളെ പണ്ട് നോട്ട്ബുക്കിലൊക്കെ ഉണ്ടാവും ഈ സാധനം. അല്ലേ താറ് മേടിച്ചിട്ട് അത് ചിക്കൻ ചെയ്താ പോരെ ലുക്കിനാണെങ്കിൽ. നിങ്ങള് ഈ BM റാങ്കുലർ പജറോ Endeavour അതിനെ കുറിച്ച് എത്ര റിസർച്ച് ചെയ്ത് റാങ്കുലറിന് എത്ര മൈലേജ്? വളരെ 4, 5, 6 അത്രേ ഉള്ളൂ, 5, 6 അത്രേ ഉള്ളൂ. അതായത് അടുപ്പിച്ച് വെച്ചാൽ റാങ്കുലറും താറും തമ്മിൽ എന്താ വ്യത്യാസം ഉള്ളത്? ഇപ്പത്തെ താർ റോക്സും റാങ്കുലറും എന്താ വ്യത്യാസം? അല്ല വ്യത്യാസം പറയാ, ഞാൻ നോക്കിയന്റെ സ്വിച്ച് ഫോൺ ഉണ്ട്, വേർട്ടുന്റെ സ്വിച്ച് ഫോൺ ഉണ്ട്, രണ്ടും ഇങ്ങനെ വെച്ച വ്യത്യാസം അറിയോ? ഇല്ല. എന്താ? പക്ഷെ രണ്ട് കണക്ക് ഉപയോഗിക്കാറില്ലല്ലോ. അല്ലേ റാങ്കുലർ മേടിക്കും എന്നിട്ട് ഓഫ് റോഡ് പോവോ? ഇല്ല ഞാൻ പോവും. എങ്ങോട്ട്? അല്ല അനക്ക് പോട്ടെ. അനക്ക് അതായത് ഇപ്പൊ റാങ്കുലർ എടുത്തു സങ്കല്പിച്ചോ, ഫസ്റ്റ് പോവാനുള്ള ഡെസ്റ്റിനേഷൻ അല്ല? ഞാൻ മണാലി. ഞാൻ ഓളിന്റെ പോവും, കാശ്മീരൊക്കെ പോവും. ആരപ്പൂടെ നിങ്ങളെന്താ ഈ ഓൾ ഇന്ത്യ എന്ന് പറയുമ്പോ കാശ്മീർ? അങ്ങനല്ല, നമ്മൾ റോഡ് ട്രിപ്പ് ചെയ്യാൻ ഏറ്റവും ഓൾ ഇന്ത്യ ആ ലെവലാണ്. അതാണ് നമ്മൾ ഓൾ ഇന്ത്യ മീൻസ്. എന്താണ് ഓൾ ഇന്ത്യ? ഞാൻ അറിയാൻ വേണ്ടി. ഓൾ ഇന്ത്യ ഓരോ സ്ഥലങ്ങള് ഗോവ അത് ഓൾ ഇന്ത്യ. ആ പറ ഗോവ. പിന്നെ ഇന്ത്യയിലല്ലടാ ഗോവ. ഗോവ ഇപ്പൊ നമ്മൾ കാണുന്ന മാതിരി ഒറ്റയടിക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് കാശ്മീർ പോവല്ല. നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ടോ ചിലപ്പോ ഗോവയിൽ പോവും, അത് കഴിഞ്ഞാൽ ഹൈദരാബാദ് പോവും, റൂട്ട് മാപ്പ് അറിയില്ല. അങ്ങനല്ല. അതായത് ഇപ്പൊ എക്സാമ്പിൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെ? അങ്ങനെ ലാസ്റ്റ് ഒരു എത്തുപോലെ ഒരു സ്ഥലത്തേക്ക് എക്സാമ്പിൾ പറയാം. ഒറ്റ ഇതല്ല, ഇപ്പൊ എനിക്കൊരു 2 വീക്ക് ലീവ് കിട്ടി, ഞാനിപ്പോ ഗോവയിൽ പോയിട്ട് വരും. എക്സാമ്പിൾ അതായത് ഒരു 19 ട്രിപ്പ് അടിച്ചിട്ട് സച്ചിന് പോയി വരാന്നല്ല. അയ്യോ അത് ആൾക്കാർ തെറ്റിയായിരിക്കും കിട്ടും. ഞാൻ അതല്ലേ പറയണ, അതല്ലേ പറഞ്ഞു. അപ്പൊ നമ്മള് ഏകദേശം ഓൾ കേരള ട്രിപ്പ് കഴിഞ്ഞു. ഓൾ കേരള കഴിഞ്ഞപ്പോ കാരണം ഒരു 10-20 സ്ഥലങ്ങളിൽ നമ്മള് പല സ്ഥലങ്ങളിൽ പോയി വന്നിട്ടുണ്ടാവും. അടുത്ത ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഫ്രഷ് ഓർ സെക്കൻഡ്? എനിക്ക് എന്തായാലും എന്റെ ഒരു സെക്കൻഡ് കിട്ടുക. അല്ല അത് കിട്ടാ. ഫ്രഷ് ഓർ സെക്കൻഡ്? എന്റെ ഒരു ഫ്രഷ് കിട്ടുന്ന ഓപ്ഷൻ ഉണ്ട്. നീ ഫ്രഷ് എടുക്കും? ഞാൻ ഫ്രഷ് എടുക്കും. ഞാൻ ഫ്രഷ് എടുക്കും. പക്ഷെ ഞാൻ പറയട്ടെ, എന്റെ ഫ്രഷ് എടുക്കുക. ബാക്കി വണ്ടി ഇഷ്ടമാണതല്ലേ? വേറെ വെഹിക്കിൾസ് ഒക്കെ മേടിക്കുമല്ലോ, മേ ബി ചിലപ്പോ സെക്കൻഡ്സ് എടുക്കാനും വരും. എത്ര വണ്ടി മേടിക്കാൻ? ഞാൻ ഒരിക്കലും ഫ്രഷിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. പ്ലാൻ അനുസരിച്ച് എത്ര വണ്ടി മേടിക്കാം? അത് ഡിപ്പെൻസ്. ഒരാഴ്ചയിൽ 7 വണ്ടി, അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ വണ്ടി. എന്റെ ഒരു ആഗ്രഹം പറഞ്ഞാല് ഇത് എന്നാവും അതൊന്നും ചോദിക്കും. ആഗ്രഹം പറഞ്ഞാൽ ഇയർലി ഒരു വണ്ടിയെങ്കിലും മറ്റേ ബോട്ടിൽ തിരിച്ചിട്ട് അതിൽ താക്കൂരെടുത്ത് പോകാൻ, അതല്ലേ ഇയർലി ഒരു വണ്ടിയെങ്കിലും ഓരോ വെഹിക്കിൾസ് എങ്കിലും അപ്ഡേറ്റ് ചെയ്യണം, മീൻസ് പിന്നെ അപ്ഗ്രേഡ് ചെയ്യണം. അതായത് അല്ലെങ്കിൽ ഒന്നും കൂടി എന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് കൊല്ലണം എന്നിട്ടൊരു ആഗ്രഹം. ഓടിക്കൊന്നും വേണം വീട്ടിൽ. അത് അങ്ങനെയല്ല, അതൊരു ഡയലോഗാണ്. ഇതൊന്നും അറിയില്ല ഇയാൾ ഇങ്ങനെയൊക്കെ റോഡ് ട്രിപ്പ് പോകണവരെ നമുക്കറിയില്ല. റോഡ് ട്രിപ്പിന്റെ സെക്ഷൻ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ഓൾ ഇന്ത്യ ടൂർ പോവാന്ന് ഞാൻ ആദ്യം പുതിയ പിന്നെ ഡൽഹി പോയി വന്നു. എന്താ വെച്ചാല് അല്ല ഞാൻ ഫ്രഷ് ഓർ സെക്കൻഡ്? ഫ്രഷ് നമുക്കറിയാം. ഫ്രഷ് എടുത്താൽ BM ഒക്കെ ഫ്രഷ് ആഗ്രഹിച്ചൊരു വണ്ടി അതാണ്, അതുകൊണ്ട് അത് ഫ്രഷ് ആയിരിക്കും. നിങ്ങള് ഫ്രഷ് കാർ എന്തെങ്കിലും എടുക്കൂല? ഒരിക്കലും എടുക്കൂല. ഒരിക്കലും. എന്തുകൊണ്ട് എടുക്കാം? ഞാൻ കൂടുതലും ഒരു റിയാലിറ്റിയിൽ ജീവിക്കുന്ന ആള്. എനിക്ക് നിങ്ങൾ പറയുന്ന പോലെ ഈ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്, പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഒരാൾ ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ട് അതിനോടുള്ള അറ്റാച്ച്മെന്റ് റിയാലിറ്റി ഇതൊക്കെ ഡ്രീമാണ്.
അല്ല ഞാൻ ഡ്രീം എന്നല്ല, ചിലവർക്ക് അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഉണ്ടാവും, പുതിയ സാധനം വേണം, പുതിയത് ഉപയോഗിക്കണം, ഒരു കോൺഫിഡൻസ്. സെക്കൻഡ് ഹാൻഡ് ഉപയോഗിച്ചാൽ ചിലപ്പോ അതിന് കേടുണ്ടോ അങ്ങനെയൊക്കെ ഒരു ചിന്ത മൈൻഡിൽ ചിലപ്പോൾ ചിലവർക്കൊക്കെ നിൽക്കും. അതായത് എന്തെങ്കിലും പ്രശ്നം വരുമോ, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ. ഞാൻ അങ്ങനത്തെ ഒരാളല്ല, അതുകൊണ്ട് എല്ലാം റിയാലിറ്റി പ്രാക്ടിക്കാലിറ്റിനെ കുറച്ചുകൂടി കൂടുതൽ. വിധിയുടെ വിളയാട്ടം, എല്ലാം വിധിയുടെ വിളയാട്ടം എന്നല്ല. അതായത് ഇപ്പൊ നിങ്ങൾ പറയണത് പോലെ ഇപ്പൊ എന്റെ റാംഗ്ലർ പറയണെങ്കിൽ ഇപ്പൊ 2 കോടിയുടെ ഒരു വണ്ടി, ആ റാംഗ്ലർ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ 80 ലക്ഷം 85 ലക്ഷത്തിന് കിട്ടുമ്പോൾ എനിക്ക് തോന്നൂല 1.5 കോടി വെറുതെ അഡീഷണലി കൊടുക്കാൻ. അത്രേ ഉള്ളൂ, സിംപ്ലി. പിന്നെ എനിക്ക് പിന്നെ അതൊരു വേറെ ഫീൽ തന്നെ, സ്വന്തമായിട്ട് മീൻസ് ഷോറൂമിൽ വണ്ടി ഇറക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പർ. പക്ഷെ അതിൽ ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾ പറയണേ സ്വന്തമായ ഷോറൂമിൽ നിന്ന് ഇറക്കുന്നൊക്കെ നിങ്ങളുടെ ഷോ ഓഫിന് വേണ്ടിയിട്ടാണ്. 100% എത്ര ആൾക്കാര് ആ ഇറക്കണത് പബ്ലിസൈസ് ചെയ്യാണോ അതോ നിങ്ങൾ പബ്ലിസൈസ് ചെയ്യണ്ട്, അതായത് ഷോ ഓഫ് ചെയ്യണ്ട. അതാ ഞാൻ പറഞ്ഞത്, അതിന്റെ അൾട്ടിമേറ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് ആ ഒരു പർപ്പസ്. 2.5 കോടി കൊടുത്ത് മേടിച്ച കാറ് ഓനിക്ക് ഷോ ഓഫ് ചെയ്തൂടെ? അല്ല ചെയ്തു, നിങ്ങള് പബ്ലിക്കിന്റെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടോ എന്റെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ് ഷോ ഓഫ് ചെയ്യുമ്പോ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിലും ആ സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ബിസിനസ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഒരു തരം ഷോ ഓഫ് ആണ്. അതെ, അതേപോലെ പക്ഷെ ആ ഷോ ഓഫിന്റെ പർപ്പസ് വേറെയാണ്. അത് ബിസിനസ്സിനുണ്ട്. ഇപ്പൊ നമുക്കൊരു കാറ് ചെയ്താല് ഷോപ്പ് ചെയ്യുമ്പോ നമുക്ക് ചിലപ്പോ പിന്നെ നാട്ടിലോ ഇവന്റെ അടുത്ത് അത്യാവശ്യം അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് പൈസ ഉണ്ട് ഇവന്റെ ബിസിനസ്സിന് നമുക്ക് അല്ലേ. അപ്പൊ ഞാൻ ചുരുക്കം പറയണത് കാർ ഫ്രഷ് എടുക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആയി കാണുന്നുണ്ട്. ഇല്ല, 99% അഡ്വർടൈസ്മെന്റ് ആണ്. ഞാൻ അങ്ങനെ പറയുള്ളൂ, അല്ലാതെ ഇപ്പോ നവീദ് കാർ ഇറക്കിയപ്പോ നമ്മളുടെ സിനിമ ഷൂട്ടിങ് പോലെ ഡിക്കിന്ന് എടുത്ത് ഷൂട്ട് ചെയ്ത പോലെ വീഡിയോ ഒക്കെ കാണിച്ചു തന്നിരുന്നു അല്ലേ? അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞ ഞാൻ അങ്ങനെ ഞാൻ തമാശക്കാരൻ പറഞ്ഞു, ഇതെന്താ ഊതി വരിപ്പിച്ചൊരു വാഗണർ വരുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ വണ്ടിനെ കുറ്റം പറയില്ല, പക്ഷെ അങ്ങനെ ഞാൻ തമാശക്ക് പറഞ്ഞു. പക്ഷെ ഞാൻ പറയാ, അല്ല വാഗണർ എന്ന് പറഞ്ഞ തന്നെ ഏതോ ഒരു വണ്ടി ഊതി വരിപ്പിച്ച പോലെ. ഇല്ല, അങ്ങനെ പറയരുത്. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാത്ത വണ്ടി ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെടാത്തുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടാത്തുണ്ട്. അല്ല, പക്ഷെ നമുക്ക് അതിനെ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ, ചെയ്യാൻ പറ്റില്ല. ഞാനതിൽ പറഞ്ഞു, ഞാൻ തമാശക്ക് പറഞ്ഞാണെന്ന് പറഞ്ഞോളെ. ഞാനും പറഞ്ഞു അപ്പൊ ബേസിക്കലി ഞാൻ പറയണതാണ്, അത് ഇല്ല ഒരു റിബണൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോരുന്ന പോലെ അങ്ങനത്തെ റീൽസ് അതുണ്ട്. അതായത് ഇപ്പോ പിന്നെ ഒരു വണ്ടി ഡെലിവറി എടുക്കാന്ന് ഒരു മറ്റേ ഫംഗ്ഷൻ ആയിട്ട് നടത്തുന്നത്. ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ, ഞാൻ നമ്മുടെ നാട്ടിലത്തെ കാര്യം പറയണം. അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡിഫെൻഡ് ചെയ്യാം, പക്ഷെ അതാണ് ട്രൂത്ത് എന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ മൈൻഡിൽ നിങ്ങൾക്ക് അത് ട്രൂത്തായിട്ട് ഉണ്ടാവും. ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി 4 ആളെ കാണിക്കുക, കുടുംബക്കാരെ വീട്ടിൽ ഫ്രഷ് വണ്ടി കൊണ്ട് പോവുക, ഷോറൂമിൽ നിന്ന് ഇറങ്ങി വരിക, കോൺട്രാക്ട് ഒപ്പിടുന്നത് ഫോട്ടോ എടുക്കുക, നമ്പർ പ്ലേറ്റും വണ്ടി മറ്റേ ഇത് ചെയ്യുന്നത് ഫോട്ടോ എടുക്കുക, അത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുക, വാട്സാപ്പിൽ സ്റ്റോറി ഇടുക, ഫാമിലി ഗ്രൂപ്പിൽ ഇടുക, ട്രീറ്റ് കൊടുക്കുക. ഇതൊരു കൾച്ചറായിട്ട് മാറിയിട്ടുണ്ട്. അത് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇല്ലാതിരിക്കുക, അത് വേറെ വിഷയം. ഞാനൊരു വീഡിയോ അതായത് കാർ ഡെലിവറി എടുത്തു, ജസ്റ്റ് എല്ലാ ഫാമിലിക്കാർക്ക് ഡെലിവറി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഫംഗ്ഷൻ മേടിച്ചു, ഫുഡൊക്കെ വെച്ച് ഒരു ഡെലിവറി അതൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അതാ പറയുന്നത് വീട്ടുകാർ സന്തോഷം വന്നു, അത് ബാക്കിയുള്ളവര് കാണിക്കാന്നുള്ള. അല്ല, ഞാൻ പറയല്ലോ, അത് സന്തോഷം വന്നു എന്നല്ല, ഞാനും വലുതായി എന്നുള്ള സന്തോഷം തന്നെ. എല്ലാരും അങ്ങനെ, എല്ലാരും ഞാൻ പറയട്ടെ, ഞാൻ സിമ്പിൾ ഒരു കാര്യം പറഞ്ഞുതരാം.
ഷാമിലിന്റെ വീട്ടിലേക്ക് ഒരു ഇന്നോവ ക്രിസ്റ്റ എടുത്തപ്പോ ഷാമിൽ ഇങ്ങനെ പറഞ്ഞത് എവിടെ പോലെ ഇന്നോവ ക്രിസ്റ്റ ആ ഇന്നോവ ക്രിസ്റ്റ ഇതുണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നത് അതിപ്പോ എന്താണെന്നറിയോ, നല്ലൊരു ക്രിസ്റ്റമർ ടൈലൈറ്റ് കാണുമ്പോ അത് കൊള്ളാം, ആ ഹെഡ്ലൈറ്റ് നോക്കുമ്പോ അത് കൊള്ളാം, അത് നമ്മൾ അത് കൊള്ളാന്നല്ല ഞാൻ പറയണത്. അത് കുറെ ആൾക്കാരെ ഈ അറിയിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാ പറഞ്ഞത്. അത് ഓൻ ആ ലൈറ്റ് ഓന്റെ വണ്ടിക്ക് വന്നാൽ എങ്ങനെ ആഗ്രഹിച്ചിട്ടോ. അതേപോലെ അവന്റെ വീട്ടിലൊരു സ്വിഫ്റ്റ് എടുത്തപ്പോ ആ സ്വിഫ്റ്റ് എന്ത് സുഖമാണ് ഓടിക്കാൻ. അങ്ങനെ ഒരു മാർക്കറ്റിംഗ് അവിടെ നടത്തിയത്. ഞാൻ പറയണതല്ല അത് തെറ്റാണ് എന്നല്ല പറയണത്, പക്ഷെ അത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ആളുകളുണ്ട്. ഞാൻ പറയുന്നത് നമ്മള് മൈൻഡ് ഇതൊന്നും ഉദ്ദേശിക്കണില്ല. ഇല്ല ഷാമിലിനെ നവീദിനെ പോലെയും വളരെ എളിമയോടെ ജീവിക്കണവരുണ്ടാവില്ല, പക്ഷെ 80% ഓഫ് പീപ്പിൾ അങ്ങനെയാണെന്ന് പറഞ്ഞു. നമ്മളെ സത്യം പറഞ്ഞ മൈൻഡിക്ക് പോയി റോഡ് കൂടി പോകുമ്പോ ക്ലാവിസ് അത്യാവശ്യം ഒന്നും കൂടി മോഡിഫിക്കേഷൻ ചെയ്ത് കൊള്ളാം ഈ ക്ലാവിസ്. ഞാൻ ഓഫീസിൽ പറയും i20 ക്രിസ്റ്റ ഈ സ്വിഫ്റ്റ് ഇതൊക്കെ കണ്ട് നമ്മൾ ഇത് കൊള്ളാം ഇത് കൊള്ളാം. സോറി അതാ ഞാൻ പറയുന്നത്. ഷാമിലിന് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, നമ്മൾ ആളെ സ്പെസിഫൈ ചെയ്യുന്നില്ല. നമ്മളൊരാളെ മീറ്റ് ചെയ്യാൻ പോയപ്പോ നമ്മുടെ ഇമേജ് മാറ്റാൻ വേണ്ടിട്ട് ഒരു കൊറോള ആൾട്ടിസ് എടുക്കണം എന്ന് പറഞ്ഞു. അതെ, അപ്പൊ ഞാൻ പറയാം ഇത് റിയാലിറ്റിയാണ്, ഇത് നടക്കുന്ന സാധനമാണ്. നമ്മൾ ആളിപ്പോ നടക്കണ വണ്ടിയാണ്. അല്ല അതാ ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞ ഇങ്ങനെ വണ്ടി ഒന്നും ഉദ്ദേശിച്ചില്ല. നമ്മൾക്കിപ്പോ വണ്ടി മാറ്റിയാടാ വേറെ വലിയ വണ്ടി കയറ്റൊരു പരിപാടിക്ക് ഭയങ്കര അങ്ങനെ സിംപ്ലിസിറ്റി അല്ല. എനിക്കറിയാം ഭയങ്കര മടിയാണ്. ഇപ്പൊ ചില വണ്ടിക്ക് ചില പർപ്പസ് ഉണ്ട് എന്നൊക്കെ തോന്നി എനിക്ക്. ടോപ്പ് വണ്ടിയിട്ട് ടോപ്പ് സ്ഥലത്തേക്ക് പോകാൻ പാടുള്ളൂ, അല്ല ഇപ്പൊ ചെറിയ പരിപാടി. പക്ഷെ അപ്പൊ കാറ്റഗറൈസേഷൻ വന്നില്ല അവിടെ. ഞാൻ സത്യം പറയട്ടെ ക്ലാസ് വണ്ടി എന്നുള്ള കാറ്റഗറൈസേഷൻ വന്നില്ല. അങ്ങനല്ല, നമ്മളിപ്പോ തൻ്റെ വീട്ടിലൊരു പ്രീമിയം വണ്ടി ഉണ്ടായിരിക്കോ, ഇജ്ജ് അതും കൊണ്ട് എൻ്റെ പെങ്ങളെ ഗവൺമെന്റ് സ്കൂളിൽ ആക്കാൻ പോവാണ്. എനിക്കൊരു ഉള്ളിലൊരു വണ്ടി ഉണ്ടാവില്ല. അങ്ങനല്ല, ഒരു വണ്ടി ഉള്ളൂ എനിക്ക് അതല്ലേ പോകാൻ പറ്റുള്ളൂ. അല്ല പക്ഷെ കൺസെപ്റ്റിന്റെ പ്രശ്നമല്ലേ. ഞാൻ മുറ്റത്ത് കിടക്കണ 2 വണ്ടിനെ ഒന്ന് പ്രീമിയം ഒന്ന് ലോക്കൽ ഒന്ന് ക്ലാസിഫൈ ചെയ്യണല്ലേ പ്രശ്നം. ക്ലാസിഫൈ ചെയ്യാത്ത ആരാളേ അതല്ല പല സംഭവം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി മേടിച്ച് നമ്മൾ അതുകൊണ്ട് ഡ്രൈവ് ചെയ്ത് നമ്മളോണ്ട് സ്ഥലത്ത് കൂടി പോകണമെങ്കിൽ നമ്മളെന്തിന്. അല്ല ഞാൻ സിമ്പിൾ ഞാൻ 2 വണ്ടി മേടിച്ചിട്ട് ആ ഡിയോണ്ട് അവിടെ നിന്ന് എനിക്ക് നമ്മക്ക് ആ ഒരു കമ്പാരിസൺ ഇല്ല. ഡിയോക്ക് ഒരു പേപ്പറും ഇല്ല. അങ്ങനെ കായ് ചെലവാക്കില്ല എളിമ. അതേപോലെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങള് ബ്യൂട്ടി കോൺഷ്യസ് ആണോ സേഫ്റ്റി കോൺഷ്യസ് ആണോ? വണ്ടി എടുക്കണേല് ഏറ്റവും അതിലുള്ളൊരു സംഭവം ബ്യൂട്ടി, വണ്ടിയുടെ ബ്യൂട്ടി വാസിസ് വണ്ടിയുടെ സേഫ്റ്റി. കണക്ഷൻ കിട്ടിയില്ല. വണ്ടിയുടെ ബ്യൂട്ടി അല്ലെങ്കിൽ വണ്ടിയുടെ ടെക്നിക്കൽസ് ആണോ വണ്ടിയുടെ അപ്പിയറൻസ് ആണോ കൂടുതൽ ഇമ്പോർട്ടൻസ് എടുക്കുന്നത്? ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എൻഡവർ എന്ന് പറഞ്ഞു, അതിൽ കൂടുതൽ മീൻസ് ആഡംബര സംഭവങ്ങളൊന്നും ഇല്ല, കൂടുതലില്ല എന്നാൽ കുറവുമില്ല. മീൻസ് അതിൽ അത്യാവശ്യം ആ ഒരു പവർ 4x4. വൈ നോട്ട് ഫോർച്യൂണർ? ഫോർച്യൂണർ എനിക്ക് ഇഷ്ടമല്ല. കമ്പാരിറ്റീവ് തരാം. ഒറ്റ മെയിൻലി കാര്യം എൻഡവർ ഓർ ഫോർച്യൂണർ കംഫർട്ട് ബെറ്റർ ആയിട്ട് തോന്നുന്നു നിങ്ങൾക്ക് ഏതാ? അനക്കെന്താ ഉത്തരം? അതിലിരുന്ന് പോണെന്ന് ഇതിലിരുന്ന് പോകണം. ഞാൻ 2 ട്രാവൽ ചെയ്ത് 2 എനിക്ക് എന്താ പറയുക, സോ ഈ ടെക്നിക്കൽസ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ്. അങ്ങനെയല്ല, ഒരു ഇത് ഇപ്പൊ എൻഡവർ എന്ന് പറഞ്ഞ സെയിം ഇതാ. ഫോർച്യൂണറിന് ഒരു സൺറൂഫിന് ഫോർച്യൂണർ സൺറൂഫ് ഇല്ല, എൻഡവറിന് സൺറൂഫ് വരുന്നുണ്ട്. അപ്പൊ അതാണ് നോക്കിയത് സൺറൂഫ് ടെക്നിക്കല്ല. എന്നാ
മറ്റേ കുറച്ച് ടെക്നിക്ക് ഉണ്ടേനും കുറച്ച് മെക്കാനിക്കൽ ഭാഗമായിട്ട് സെറ്റാണ്. ആ രണ്ടും നമ്മൾ രണ്ടും കമ്പയർ ചെയ്യും. അല്ല കമ്പയർ ചെയ്യും, പക്ഷെ ഏതിന് ഫസ്റ്റ് പ്രയോറിറ്റി കമ്പയർ ചെയ്യും ഡെഫിനറ്റ്ലി. ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ഞാൻ ലുക്ക് നോക്കിയതിനു ശേഷം അതില് കുറച്ചുകൂടി മെക്കാനിക്കലാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ കുറച്ച് സാധനങ്ങൾ സോർട്ട് ചെയ്യുമല്ലോ, എന്നിട്ട് ആദ്യം ലുക്ക് നോക്കും. ഈ സാധനങ്ങൾ കുറച്ചുകൂടെ ലുക്ക് പറഞ്ഞ വണ്ടിക്ക് ഫീച്ചേഴ്സ് കൂടുതലാണ്, നമ്മുടെ പ്രൈസ് റേഞ്ച് ആണെങ്കിൽ നമ്മൾ അതേ. സോ ഞാൻ ചോദിക്കുന്നത്, ഇഫ് യു ഗിവ് എൻ ഓപ്ഷൻ, സ്വിഫ്റ്റോ അല്ലെങ്കിൽ വേറെ ഇത് വരിക, ഓക്കെ സ്വിഫ്റ്റോ അല്ലെങ്കിൽ സംതിങ് ലൈക്ക് എന്താ പറയുക നെക്സോണോ തന്നു കഴിഞ്ഞാൽ യു വിൽ ചൂസ് സ്വിഫ്റ്റ് എന്ന് പറയണം. ഫീച്ചേഴ്സ് ഒക്കെ നല്ല അല്ലല്ല സ്വിഫ്റ്റ് ആണല്ലോ ഫീച്ചേഴ്സ് നെക്സോണെ കാട്ടിലും. ഫീച്ചേഴ്സ് സ്വിഫ്റ്റ് ആണ്. ചോദ്യം അവിടെയാണ് വരുന്നത്. പോലെ അപ്പൊ ഞാനായിട്ട് നോക്കുന്നത് കംഫർട്ടും മെക്കാനിക്കലും. അതിൽ എനിക്ക് ചോദിക്കാനുള്ളത് വാട്ട് ഈസ് മെക്കാനിക്കൽ? ബേസിക്കലി നിങ്ങൾ അത്യാവശ്യം പവർ, ടോർക്ക്. എന്താ ടോർക്ക്? വാട്ട് ഈസ് ടോർക്ക്? നമുക്ക് ടോർക്ക് വേണ്ട. അല്ല ഞാൻ ബേസിക്കലി ചോദിക്കാം, മെക്കാനിക്കൽ എന്ന് പറയാം ടോർക്ക് കൂടിയ വണ്ടികളാണ് ഇഷ്ടം, പവർ കൂടിയ വണ്ടികളാണ് എന്തുകൊണ്ട്? ഇനീഷ്യൽ പുള്ളിങ് കിട്ടും. ഇനീഷ്യൽ പുള്ളിങ് ഉള്ള വണ്ടികളാണ് ഇഷ്ടം. നമ്മുടെ റോഡിന് ഏറ്റവും നല്ലതാ. പിന്നെ എന്തുകൊണ്ട് ഇന്നോവ? അല്ല ഇന്നോവ ഇഷ്ടമാണ്. ഇന്നോവ ഫാമിലി ആയിട്ട് പോവാന്. അല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ ടെക്നിക്കലി ലവ് ചെയ്യുന്ന ഒരാള് ഇന്നോവനെ അധികം ഇഷ്ടപ്പെടും. ഞാൻ പറയട്ടെ, ഇന്നോവ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് കംഫർട്ട് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ്. സോറി പിന്നെ മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് എർട്ടിക. മിഡിൽ ക്ലാസ് വെച്ചിട്ട് അല്ല ഞാൻ പറയട്ടെ, നമുക്ക് എർട്ടിഗയെക്കാട്ടിലും കംഫർട്ട് ഇല്ല ഇന്നോവ. കംഫർട്ട് ഉണ്ട്, പൈസ തരുമല്ലോ. അഫോർഡബിളി ചെയ്യാൻ പറ്റണ എനിക്ക് ഇന്നോവ ഇഷ്ടമാണ്. അത് റീസൺ ആയി ചോദിക്കണം. കംഫർട്ട് ഓക്കെ, പക്ഷെ ഈ ഒരു ടെക്നിക്കൽ ആളാണ്. അതായത് ഒരു 4-5 ലക്ഷം രൂപ കൂട്ടിയാല് 4-5 ലക്ഷം ില്ലേ ഇന്നോവയുടെ പുതിയ ഹൈക്രോസിന് 30-38 ലക്ഷം. ഓക്കെ ക്രിസ്റ്റയുടെ സമയത്ത് അതിന് വില കുറവാണ്. ഓക്കെ ഇതാക്കിക്കോ. ഓക്കെ 10-35 ലക്ഷം രൂപക്ക്. പക്ഷെ ഞാൻ ക്രിസ്ത്യാനോട് എനിക്ക് ഹൈക്രോസിനായിട്ട് ഇഷ്ടം ക്രിസ്റ്റ്യൻ ആയിക്കോട്ടെ. അത്രയും ഡ്രൈവിംഗ് കംഫോർട്ടും അത്രയും സീറ്റിംഗ് കംഫോർട്ടും ഇപ്പൊ കുറച്ച് എമൗണ്ട് കൂടിയാലും, കുറച്ച് എന്ന് പറയുന്നത് 10 ലക്ഷം ലക്ഷറീസ് ആണെന്ന് പറയണേ നമുക്ക് ആ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അത്രയും കംഫർട്ടായി LC ആ ഒരു സെഗ്മെന്റിലേക്ക് പോകണം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്ന കാര്യം, LC ഒരിക്കലും ഒരു കംഫർട്ടബിൾ വണ്ടിയല്ല. LC ഒരു ഓഫ് റോഡറാണ്, പ്യുവർ ഓഫ് റോഡർ. ബോഡി റോഡിലാണ് ഇനീഷ്യൽ ടോർക്ക് കൂടുമ്പോ വണ്ടിന്റെ കംഫർട്ട് കുറയും. കാർണിവല് ആ ഒരു ടൈപ്പിലേക്കാണ്. എന്തുകൊണ്ട് കാർണിവലിൽ എന്താ പ്രശ്നം? കാർണിവല് ഇഷ്ടല്ല. ഇഷ്ടല്ല. കാർണിവൽ എനിക്ക് എന്തോ പോലെ. കുഴപ്പമില്ല. അതേമാതിരി കിയന്റെ പിന്നെ ഇഷ്ടല്ല. സീരിയസ്ലി പറയട്ടെ ഇഷ്ടല്ല. അത് എന്തെന്നെ ആയാലും എന്താണാവോ. പിന്നെ ഹുണ്ടായിന്റെ വണ്ടികളും ഇഷ്ടല്ല. അതില് പിന്നെ ഞാൻ അതിൽ ചോദിക്കാനുള്ള ഒരു കാര്യമാണ് ഈ ബയസിങ്. അത് ഇപ്പൊ ടൊയോട്ട ആണെങ്കിൽ അതിഭീകരമാണ്. ടൊയോട്ട ഓക്കെ, ഞാനൊരു ടൊയോട്ട ഫാനാണ്. ഓക്കെ, അങ്ങനെ ഫാൻഡം ഉണ്ടാവും. ഓക്കെ, ഫാൻഡത്തിനെക്കാട്ടിലും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഫാൻഡം ഈസ് ഓക്കെ, പക്ഷെ വേറെ ബ്രാൻഡുകളെ എന്താ പറയാ, അല്ല ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഓക്കെ, ഇത് എന്ന് പറഞ്ഞ ക്വാളിറ്റിയുടെ അതിഭീകരമായ ഒരു സാധനമാണ് എന്നുള്ള ഒരു ഫാൻഡം അത് ആപത്തല്ലേ? അല്ല അങ്ങനെ ഉണ്ടോ? അപ്പൊ
ഷാമില അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ ആ വണ്ടിക്ക് ഞാനൊരു സെഗ്മെന്റ്. അല്ല എനിക്ക് പല വണ്ടികളും ബ്രാൻഡ് പ്രത്യേകിച്ച് ഒരു ബ്രാൻഡിനോട് അല്ല എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതാണ് ഇപ്പൊ BM-ഉം മറ്റേ ബ്രാൻഡിലൊക്കെ ടൊയോട്ട അങ്ങനത്തെ ബ്രാൻഡ് ഇഷ്ടം. ഞാൻ അവിടെ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ടൊയോട്ട ലെക്സസ്, BMW M4 ഏതെടുക്കും? രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. ടൊയോട്ട ലെക്സസ്. എന്താ എനിക്ക് ടൊയോട്ട എന്ന് പറഞ്ഞാല് എനിക്കൊരു മുഹബത്താണ് ടൊയോട്ട. പക്ഷെ എനിക്ക് ടൊയോട്ടയോട് ബാഗിലെ വിരോധം ആ കോപ്പി എടുക്കുന്ന കുറച്ച് കാറുകളുണ്ട്, എനിക്ക് ഇഷ്ടമല്ല. റീബ്രാൻഡ് ടൊയോട്ട കാണുന്നുണ്ടെങ്കിൽ അതായത് എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ടൊയോട്ട ഫാൻ ബോയ് ആണ് എന്നുള്ളതിലാണ് ഷാമില് നിൽക്കുന്നത്. അല്ല നമ്മള് ന്യൂട്രൽ പോയിന്റ് ഓഫ് വ്യൂലാണ് നിൽക്കുന്നത്. പക്ഷെ ഞാനൊരു ഫാനാണ്. ഈ ചോദിച്ചതിൽ BM or ടൊയോട്ട ചോദിക്കാൻ ഞാൻ ഇന്നലെ റെഡ് M3 വീഡിയോ കണ്ടിട്ട് മീൻസ് രാത്രി അതിന്റെ ആഗ്രഹത്തിലെ കിടന്നില്ല. ആ സൗണ്ടോ എക്സോഡിനോട്ടൊക്കെ ഗേറ്റ് അല്ല അത് ചോദിച്ചു വൈ ടൊയോട്ട ദെൻ രാവിലെ മാറിയോ? ഇല്ല എനിക്കിഷ്ടാണ്. ഞാൻ പോയി ഇതിന് സത്യം പറഞ്ഞ ലോക്കാവും ഞാനാണ്. ഞാൻ അല്ല വൈ നോട്ട് നിസാൻ? നിസാൻ ഇഷ്ടമാണ്. നിസാൻ പെട്രോൾ. ഓ മൈ ഗോഡ് മാഷാല്ലാ എനിക്കിഷ്ടാണ്. വൈ നോട്ട് നിസാൻ? എനിക്കിഷ്ടാണ് നിസാൻ ഇഷ്ടമാണ്. അപ്പൊ 3 തന്നാൽ വൈ നോട്ട് മിസ്റ്റുബിഷി? പച്ചേറും ഈ 4 നന്നായി എടുക്കും. 4 എടുക്കും പറയുന്നത് ഏതൊക്കെയാണ്? ടൊയോട്ട, നിസാൻ, മിസ്റ്റുബിഷി, BMW. എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് എടുക്കണ വെഹിക്കിൾ ഫസ്റ്റ് എടുക്കണതല്ല, ഓൺലി വൺ. ടൊയോട്ടന്റെ ഏതാണ്? ലാൻഡ് ക്രൂസർ. ടൊയോട്ട ലാൻഡ് ക്രൂസർ, നിസാൻ പാട്രോള്, മിസ്റ്റുബിഷിയുടെ പച്ചേറോ. പച്ചേറോ ഇതിനെ കമ്പയർ വെച്ചേക്കാം. അല്ല ലാൻഡ് ക്രൂസറിന്റെ പവറും കാര്യങ്ങളൊക്കെ പച്ചേറോ കിട്ടുന്നുണ്ട്. ലാൻഡ് ക്രൂസർ ആ ഒരു ബ്ലാക്ക് ആന എന്റെ വീട്ടിൽ പെട്രോള് കുഴപ്പമില്ല. എനിക്ക് എന്താ അത് ഇഷ്ടമല്ല എന്ന് പറയില്ല, അത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ആ ലാൻഡ് ക്രൂസർ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കിടക്കണം. മാഷാല്ലാ. എന്താ പെട്രോൾ മുമ്പ് കിടക്കുമ്പോ മോശമാണെന്നല്ല ചോദിക്കേ. നമ്മളെ പാവപ്പെട്ടവരുടെ വെഹിക്കിളാണ് ടൊയോട്ട. ഇപ്പൊ ഞാൻ കമ്പാരിസൺ പെട്രോളിനെക്കാട്ടിലും കുറച്ച് മെയിൻ്റെനൻസ് പാവപ്പെട്ടവരെ പച്ചേറ നമ്മൾ ഇതില് ലാൻഡ് ക്രൂസർ പെട്രോള് ആ ഒരു കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊരു ഫോർച്യൂണർ പെട്രോളിനോട് കമ്പയർ ചെയ്താലും ലാൻഡ് ക്രൂസർ എങ്ങനെ ചീപ്പാവണ്? അതെ അത് ശരിയാ. പെട്രോള് ചീപ്പ് ബ്ലാക്ക് കിട്ടാൻ കുറച്ച് പണി. ബ്ലാക്ക് വേണം. ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാരും ഓക്കെ. റാംഗ്ലർ എടുക്കാൻ പോവാ. റാംഗ്ലർ എടുക്കാൻ മാറ്റി. എന്തുകൊണ്ട് റാംഗ്ലർ ഇഷ്ടപ്പെട്ടു? ഞാൻ പറയില്ല, അത് നമ്മളെ പണ്ടത്തെ ഡ്രീം പോലെയാണ്. അതിനെക്കാട്ടിലും മീൻസ് പെർഫോമൻസ് ആയിട്ടും അത്ര ലുക്ക് ഒബ്വിയസ്ലി മാറ്റും, ഷുവറായിട്ട് മാറ്റും. പറ്റൂല ഞാൻ മാറ്റും. അപ്പൊ M5 പറഞ്ഞേ, M4 പറഞ്ഞേ. ഓക്കെ ഏത് വേരിയന്റ് എടുക്കണേ? ആക്ച്വലി എനിക്ക് ചോദിക്കാനുള്ളത് വാട്ട് ഈസ് ദിസ് M4? ഒരു V8 ഇഞ്ചിനൊക്കെ വരുന്ന ഞാൻ ചോദിക്കും, ഹൗ യു ഡിഫറൻഷിയേറ്റ് M3 ഫ്രം M4? ലുക്ക് മാത്രമല്ല, അതിന് വേറെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് ഒന്നും എനിക്ക് വലിയ നോളജ് ഇല്ല. അതുപോലെ ആ ഒരു ലുക്ക് പെഡൽ ഷിഫ്റ്റ് ഉണ്ട്.
പെടലല്ല പാഡൽ ചിരിച്ചോണ്ട് അയ്യോ ഇതൊക്കെ വീഡിയോയിൽ വരുമല്ലേ. ഇതൊരു ട്രോളായിട്ടാണ്. പെടലെവിടെ വോയിസ് ഓവർ അല്ല അതിന്റെ വലിയ ഈ പറഞ്ഞ പോലെ കാറിന്റെ വലിയൊരു നോളജ് ഇല്ല. പക്ഷെ ഞാൻ പറയാം ആ അനക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മീൻസ് അതായത് ഇപ്പൊ M4 എന്ന് പറഞ്ഞു അങ്ങനത്തെ വെഹിക്കിൾസ് ആണ് ഇഷ്ടം, അല്ലാതെ ഒരു ഭീകര എക്സ്യൂവി മസിൽ ഒരു ടൈപ്പ് ചെറിയ ഒരു മിനി കൂപ്പർ? അല്ല മിനി കൂപ്പർ ഒന്നുമില്ല. സെഡാൻ. പിന്നെ ഇനി കുറച്ചുകൂടി ഒരു ഹയർ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഫെറാറി. നമ്മളെ ഇന്ത്യൻ ടെറൈനിന് പറ്റിയ കാറുകളെല്ലാം ഇഷ്ടം. എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, അങ്ങനത്തെ വലിയ വെഹിക്കിൾസ് ഇഷ്ടമല്ല. വലിയ ഇപ്പൊ ഈ പറഞ്ഞ ഒരു ആനയെ മെരുക്കി കൊണ്ടുപോകുന്ന ഒരു ഫീൽ എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് ഒരു ആന, ഒരു കുന്ന്, മല, ആ ഒരു നമ്മള് നമ്മള് മിഡിൽ ക്ലാസ്. ഫസ്റ്റ് എടുക്കുന്നത് നിർത്തിയോ? അതിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, ഓട്ടോമാറ്റിക് വേഴ്സസ് മാനുവൽ. ഓട്ടോ വേഴ്സസ് മാനുവൽ. ഞാന് ഫാൻ ചോദിച്ചാ മാനുവല്. പക്ഷെ വിച്ച് യു പർച്ചേസ്, അതാണ് ഇവിടുത്തെ മാറ്റർ. ഫാൻ ബേസും കാര്യങ്ങളൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. വിച്ച് യു പർച്ചേസ്. അല്ല എന്നോടാ എന്റെ എന്തായാലും എന്തായാലും ഓട്ടോമാറ്റിക്കലി കിട്ടുള്ളൂ. ആനക്കോ? ഞാൻ അല്ല മാനുവലിന്റെ ആണോ? മാനുവലാ. എനിക്കത് ഷിഫ്റ്റ് ചെയ്യണം. ഞാൻ വിചാരിക്കണം എന്റെ വണ്ടി എപ്പോ ഷിഫ്റ്റ് ചെയ്യണം. അത് അതിന്റെ ആളാണ് ഞാൻ. ഇലക്ട്രിക് ഓർ മറ്റേത്? മറ്റേതോ ഐസ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ഐസ്. അല്ല നിങ്ങളും പറയും മാനുവൽ ഓട്ടോ. എന്തുകൊണ്ട്? കംഫർട്ട്. ഞാൻ മാനുവലിനെക്കാട്ടിലും പ്രിഫർ ചെയ്യുക ഒരു ഓട്ടോമാറ്റിക് DSG ആണ്. ഓട്ടോമാറ്റിക് DSGയുടെ അടുത്തേക്കൊന്നും മാനുവൽ എത്തുന്ന എനിക്ക് തോന്നുന്നില്ല. DSG ട്രാൻസ്മിഷൻ, DCT 12+. ടെസ്ല വന്നാ എടുക്കും ഇന്ത്യയില്? നോ. പക്ഷെ കുറച്ചുകൂടെ അപ്ഡേറ്റ് ആവാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ എടുക്കുമെന്നല്ലോ. എന്തുകൊണ്ടിനോ? അതില്ല, അത്രയും എക്സ്പെൻസ് കൊടുത്തിട്ട് എനിക്കൊരു ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാൻ താല്പര്യമില്ല. ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ അത് ഇക്കോണമിക്കൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതിലൊരു ലക്ഷറി വെഹിക്കിൾ, ഒരു സൗണ്ടും ഇല്ലാത്തൊരു സാധനം മേടിക്കാൻ എനിക്ക് താല്പര്യമില്ല. ലൈക്ക് അതിലൊരു ഹാർട്ടില്ല. സൗണ്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു. സൗണ്ട് അല്ല, ലൈക്ക് എന്താ പറയാ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M4 M5 അങ്ങനത്തെ ഒരു ക്ലാസ് സൗണ്ട് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടും. അല്ലാതെ നിങ്ങള് കസ്റ്റം ചെയ്ത് ഒരു എക്സ്റ്റോഷൻ ഓട്ടം ചെയ്യണേ? അല്ല, എനിക്ക് താല്പര്യം. ഇഷ്ടമുണ്ടോ? പാളി പോയില്ല. ഇല്ല, എനിക്ക് ഇങ്ങനത്തെ മീൻസ് ആ ക്ലാസ് സൗണ്ടില്ലേ, ഒരു ഷോറൂം ഇറക്കി വരുന്ന ആ റിമോട്ട് കൺട്രോൾ. സോ ഐസ് വേഴ്സസ് ഇലക്ട്രിക്, അതിലേക്ക് വരാം. ഐസ് വേഴ്സസ് ഇലക്ട്രിക്. ഞാൻ ചിലപ്പോ ഈ വീക്ക് മാറുക. കാരണം ഇപ്പൊ അങ്ങനെടാ ഫീച്ചർ റിച്ചാടാ വണ്ടി. ഐസിന്റെ അപ്പൊ എനിക്ക് മാനുവൽ കിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ ഈ ചിന്തിക്കുമ്പോ മാറ്റാൻ കഴിയാ. പെഡൽ ഷിഫ്റ്റ് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പെടലായി പോയതാണ്. എല്ലാരും ക്ഷമിക്കുക. ശ്യാമൊക്കെ ചോദിച്ചതൊക്കെ അങ്ങനെ പോട്ടോ. സോ EV എടുക്കും സംടൈംസ്, മോസ്റ്റ്ലി കുറച്ചുകൂടെ മിഫില്. ഇല്ല, EV എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു അതർ ടൈപ്പ് വണ്ടി ഉണ്ടെങ്കിൽ മാത്രം ഒരു സെക്കൻഡ് ഓപ്ഷൻ മാത്രമേ. ഷാമിൽ എനിക്ക് EV ഇഷ്ടമല്ല, എടുക്കൂല. എടുക്കൂലെന്നല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം. നമ്മുടെ ഒരു ഫാമിലി വെഹിക്കിൾ ആയിട്ട് എനിക്ക് എങ്ങനെയാണെന്നറിയോ, ഞാൻ പറയട്ടെ, ഒന്നെങ്കിൽ ഈ ക്രിസ്റ്റ ഫാമിലി വെഹിക്കിൾ ആക്കണം, അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് വെഹിക്കിൾ എല്ലാത്തിനും ഫാമിലി വെഹിക്കിൾ ആക്കണം. അതൊക്കെ സാഹചര്യത്തിന് പൈസക്കാരാകുമ്പോ വലിയ അല്ല ഷോറൂം അല്ല ഷാമിലെ ഇത്രക്ക് വലിയ ഫാമിലി ഉണ്ട്. നമ്മളെപ്പോഴും ഫാമിലിനെ അല്ല അതിനൊക്കെ ഫാമിലിയുടെ ഒക്കെ ഓക്കെ, പക്ഷെ ഈ പറയുമ്പോ ഒരു
എനിക്ക് എത്ര ഫാമിലി ഉണ്ട്? അല്ല ഈ ഫാമിലി വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മള് ഫാമിലി ആയിട്ട് ഇനി അതിലേക്കാണ് ഞാൻ ചോദിക്കാനുള്ളത്. നിങ്ങളിപ്പോ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ സംടൈം സാഹചര്യ സമ്മർദ്ദത്തിൽ എടുക്കാം. അല്ല നിങ്ങളത് പറയും. ഞാൻ എന്ത് നിങ്ങളെ ഏതെടുക്കാം? നിങ്ങളെ ഐസോർ? ഞാൻ ഇലക്ട്രിക് എടുക്കും, ഡെഫിനറ്റ്ലി എടുക്കുമ്പോ അതൊരു ചീപ്പ് ഇലക്ട്രിക് ആയിരിക്കും. ചീപ്പ് ഇലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്കോണമിക്കൽ ഇലക്ട്രിക് വെഹിക്കിൾ ആയിരിക്കും, ഒരിക്കലും പ്രീമിയം ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് പോകില്ല. ഏതാണ് എക്കണോമിക്കൽ നെക്സോൺ കൈൻഡ് ഓഫ് ദാറ്റ്. അത് തന്നെ. ഒരു ഹാരിയറൊക്കെ എടുത്തോളെ? ഇല്ല, അത്രയ്ക്ക് സ്പെൻഡ് ചെയ്യണം ഇലക്ട്രിക്കൽ എനിക്ക് തോന്നുന്നില്ല. എനിക്കും അതാ തോന്നിയില്ല. ഇനി ഓർത്ത ഇനി അടുത്ത ദിവസം എനിക്ക് ചോദിക്കാനുള്ളത് ഫ്രഷ് ഇലക്ട്രിക് ഓർ ഓൾഡ് ഇലക്ട്രിക്? ഇപ്പത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഓൾഡ് സെക്കൻഡ്സ് എടുക്കാം. അതായത് ഇപ്പൊ ലൈഫ് ലോങ് വാറന്റി വരുന്നുണ്ട്. പണ്ട് ഫ്രഷ് ഇലക്ട്രിക് ലൈഫ് ലോങ് വാറന്റി ഇല്ല. സെക്കൻഡ് ഓർഡർക്ക് കുറയും. പുതിയ നോളജ് ആയി പോയി. പലതും ഫ്രഷ് ഇലക്ട്രിക് ഓർ യൂസ്ഡ് ഇലക്ട്രിക്? അങ്ങനെയാണ് ഫ്രഷ് എടുക്കാം. ഇലക്ട്രിക് എടുക്കുമ്പോൾ ഫ്രഷ് എടുക്കും, കാരണം അതിൽ കുറെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതെ, ഞാൻ ഫ്രഷ് എടുക്കും. എന്റെ അഭിപ്രായത്തിൽ സെൽ റീപ്ലേസ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓൾഡ് ഇലക്ട്രിക് അങ്ങനെയാണ്. ഓക്കെ. ആൻഡ് ഓൾസോ ഇപ്പോൾ ലൈക്ക് ഇലക്ട്രിക്കിന്റെ 4/1 കോസ്റ്റിൽ ഓൾഡ് കിട്ടാണ്ട് സംടൈംസ് അതിൽ നല്ലൊരു ചീപ്പർ ഡീല് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ റീസെയിൽ വാല്യൂ ഭയങ്കര കുറവാണ് വണ്ടി. അതെ, ഇലക്ട്രിക്കിന് സാറിന് എന്തായാലും പറ്റില്ല. റീസെയിൽ വാല്യൂ ഒക്കെ നോക്കി എടുക്കണം. സെക്കൻഡ് സാധനം റീസെയിൽ അല്ല അത് പറഞ്ഞത് വൈറ്റ് എടുക്കും മറ്റേ റീസെയിൽ വാല്യൂക്ക് വേണ്ടിട്ട്. സെക്കൻഡ് ഉള്ള ആൾ അതേ കാർ എടുക്കുക. ആടാ സെക്കൻഡ് എടുക്കുമ്പോൾ ഓൾറെഡി അതിന്റെ റീസെയിൽ വാല്യൂ പോയിട്ടുണ്ട്, പിന്നെ അത് വിൽക്കുമ്പോൾ അല്ലാതെ പോവില്ല. അടുക്കെന്താ പറ്റി? ഫോണിലൊക്കെ അല്ല എത്ര മിനിറ്റായി നോക്കിയതാ?